ഹേ ഗായ്സ്, ഇത് വണ്ടർലയിൽ പോയൊരു വ്ളോഗാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ ഓട്ടോറിക്ഷ പിടിച്ച് നേരെ ഓട്ടോറിക്ഷക്കാരൻ്റെ സ്കിൽഫുൾ ഡ്രൈവിങ്ങിൽ കൂടി വണ്ടർലയിലേക്ക് പോകലാണ്. വണ്ടർല എൻട്രൻസിൽ എത്താനായി. അങ്ങനെ വണ്ടർല എൻട്രൻസ് എത്തി. വണ്ടർലയിൽ നമ്മൾ കയറി വന്ന് നമ്മൾ മുമ്പേ ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഓൺലൈനിൽ കുറേ ഓഫറുകൾ അവൈലബിൾ ആണ്. സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ഐ ഡി കാർഡ് വെച്ചിട്ടാണെങ്കിൽ 30% അങ്ങനെ ഡിസ്കൗണ്ടും ഉണ്ട്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ബർത്ത്ഡേക്ക് വരുന്നതാണെങ്കിൽ ബർത്ത്ഡേ മന്തിൽ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടിക്കറ്റ് എടുത്ത് ഒരു ടിക്കറ്റ് ഫ്രീ ഓഫറുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ നേരത്തെ ബുക്ക് ചെയ്ത് വരാം, അല്ല ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാം. ഇപ്പോൾ ബുക്കിംഗ് ഓർഡറൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ടിക്കറ്റ് ബുക്ക് ചെയ്ത ടിക്കറ്റ് സ്കാൻ ചെയ്യുക. പിന്നെ ഇവിടെ വരുന്ന മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ജേഴ്സി ഷോർട്ട്സ് എടുത്തിരിക്കണം. അതും അങ്ങനത്തെ മെറ്റീരിയൽ കൊണ്ടുള്ളതായിരിക്കണം. ഇപ്പോൾ കോട്ടൺ കലർന്ന മെറ്റീരിയൽ കൊണ്ടുള്ള ജേഴ്സി ആയിക്കഴിഞ്ഞാൽ അവർ വാട്ടർ റൈഡിലൊന്നും നമ്മളെ കയറ്റൂല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ജേഴ്സി മേടിക്കുമ്പോൾ എന്ന് വെച്ചാൽ ജേഴ്സിക്ക് നല്ല റേറ്റ് വരും, 500,000 ഒക്കെ റേറ്റ് വരും. അപ്പോൾ അത് മുൻകൂട്ടി ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഒരു ലോ ക്വാളിറ്റി ഇല്ലാത്ത ജേഴ്സിയാണ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ടിക്കറ്റ് കൗണ്ടറാണിത്. ടിക്കറ്റിൻ്റെ റേറ്റാണ് ഈ കാണുന്നത്. അഡൾട്ടിന് 1539, ചൈൽഡ് 1239. പിന്നെ വേറെ പോലെ ഫാസ്റ്റ് ട്രാക്ക് എൻട്രി ഉണ്ട്. ഫാസ്റ്റ് ട്രാക്ക് എൻട്രീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്യൂ നിൽക്കാതെ ഡയറക്റ്റ് റൈഡിന് കയറാം. ബട്ട് നിങ്ങൾ വീക്ക് ഡേയ്സിലൊക്കെ വരുന്നതാണെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് എൻട്രിനേക്കാളും നോർമൽ ടിക്കറ്റ് തന്നെയാണ് ബെറ്റർ. ഫാസ്റ്റ് ട്രാക്ക് എൻട്രി ആയാലും നിങ്ങൾ ഫാസ്റ്റ് ട്രാക്ക് എൻട്രി തന്നെ കുറേ ക്യൂ ഉണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് 3 ആൾക്കാർ 4 ആൾക്കാർ വെച്ച് കയറ്റത്തുള്ളൂ. അപ്പോൾ വീക്ക് ഡേയ്സിലൊക്കെ വരുന്നതാണെങ്കിൽ ബെറ്റർ നോർമൽ ടിക്കറ്റാണ്. വീക്കെൻഡ്സിൽ വരുമ്പം പ്രത്യേകം ഫാസ്റ്റ് ട്രാക്ക് എൻട്രി എടുക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ നമ്മൾ ഒരു ബാഗൊക്കെ വെക്കേണ്ട ഒരു ഡെപ്പോസിറ്റ് എടുക്കണം. അതിന് 400 rupees വരിക. അത് നിർബന്ധമായിട്ട് എടുത്തിരിക്കണം നിങ്ങൾ നമ്മൾ ബാഗൊക്കെ ഉണ്ടെങ്കിൽ. അതിന് ഇതേപോലത്തെ RFIDൻ്റെ സാധനമാണ് തരും അവർ. 400 rupees 50 rupees നമുക്ക് തിരിച്ച് തരും ഈ സാധനം തിരിച്ച് കൊടുക്കുമ്പോൾ, റിട്ടേൺ ചെയ്യുമ്പോൾ. ഇതേപോലെ ഇത്ര ചെറിയ കളിയിൽ ഇപ്പോൾ വലിയ ബാഗാണെങ്കിൽ ഇവിടെ വേറെ തന്നെ ഒരു ക്ലോക്ക് റൂമുണ്ട്. ആ ക്ലോക്ക് റൂമിൽ വലിയ ബാഗ് മാത്രം വെക്കാം. വലിയ ബാഗ് വെക്കാൻ 100 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഇവിടെ ഷോപ്പുകളുണ്ട് ഓരോ സാധനങ്ങളൊക്കെ മേടിക്കാൻ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വരുന്ന മുമ്പിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എൻട്രൻസിലൊരു ഫോണിൻ്റെ കവറ് തരും. അത് നിങ്ങൾക്ക് വാട്ടർ റൈഡ്സിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ അത് മേടിക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾ മേടിക്കുമ്പോൾ അതിന് കുറച്ചും കൂടി റേറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾക്ക് വാട്ടർ റൈഡ്സിൽ വീഡിയോ നിങ്ങൾ ഒരു വ്ളോഗിങ്ങോ അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ കേസ് നമ്മൾ വാട്ടർ റൈഡ്സിന് പോകുമ്പോൾ ഫോൺ വെച്ചിട്ടാണ് പോവുക. ഫോൺ ലോക്കറിലൊക്കെ വെച്ചിട്ടാണ് പോകാൻ എല്ലാവരും ശ്രമിക്കുക. പിന്നെ അധിക വാട്ടർ റൈഡ്സിലും ഫോൺ അലൗഡ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് അത് പിന്നെയും ഒരു ബാധ്യതയാവും. അപ്പോൾ അതേപോലെ നിങ്ങൾ പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റെ അത്യാവശ്യം ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക, വാങ്ങിക്കുക. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് റൈഡിലേക്ക് വന്നത് ഈ ഒരു റൈഡാണ്. ഈ റൈഡിൻ്റെ പേര് വരുന്നത് ക്രേസി വാഗൺ എന്നാണ്. ഇതെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഗിത്താറിലിരുന്ന് ഇങ്ങനെ ആടും. നല്ലൊരു കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. പേടിക്കുമെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തന്നെ കയറുമ്പോൾ ഇതുവരെ വണ്ടർല അല്ലെങ്കിൽ ഇതുവരെ ഒരു അമ്യൂസ്മെൻറ്റിലും പാർക്ക് പോകാത്തവർക്ക് ഫസ്റ്റ് ടൈം കയറുമ്പോൾ ഒരു ചെറിയ ഒരു ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ഈ റൈഡ് വരുന്നത് റോക്റ്റിംഗ് ആണ്. ഇതൊക്കെ നമ്മൾ സ്കിപ്പൊക്കെ ചെയ്തത്. ഫസ്റ്റത്തെ ഇതേപോലത്തെ കുറേ കാർ റേസിങ്, അതേപോലെ ചെറിയ കുട്ടികളെ റൈഡ് നിങ്ങൾ ഫാമിലിയായിട്ട് പോകുമ്പോൾ മാത്രം അതൊക്കെ ചെയ്യാൻ മതി. അല്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ സ്കിപ്പാക്കുന്നതാണ് ബെറ്റർ. പിന്നെ ഈ സാധനം നിങ്ങൾ കയറുന്നത് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഈ ഡങ്കിയോൺ വണ്ടർല ഡങ്കിയോൺ. അപ്പോൾ ഇതിന് നല്ല എക്സ്പീരിയൻസ് ആണ്. ഇതിൽ നമ്മൾ ഒരു കേവിൻ്റെ ഉള്ളിൽ പോകും. അതിൻ്റെ ഉള്ളിൽ മൊത്തം ഗോസ്റ്റുമായിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ആണ്. അത്യാവശ്യം പേടിക്കൊക്കെ ചെയ്യും. കുട്ടികൾക്കൊക്കെ നല്ലോണം പേടിക്കും. മുതിർന്നവരെ സംബന്ധിച്ചോളം ചെറിയ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേങ്കിൽ കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. നല്ല ഹൊറർ ഫീലൊക്കെ കിട്ടും. അവരുടെ ഉള്ളിലെ പേടിയൊക്കെ മാറാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ഔട്ട് ചെയ്യാം. ഇത് നോർമൽ എൻട്രിയാണ്. ഇതിന് അത്ര ആൾക്കാരെ 4-5 ആൾക്കാരൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന കാഴ്ചകൾ ഇതാണ്. ഫുള്ള് ലൈറ്റും കാര്യങ്ങളും പിന്നെ സൗണ്ട് ഹൊറർ എഫക്റ്റൊക്കെ കിട്ടും. പിന്നെ ഒരു ലൈറ്റിനിങ് എഫക്റ്റ്
എഫക്റ്റും അങ്ങനെ ഓരോരോ എഫക്റ്റും ഒക്കെ കിട്ടും. ഇടയ്ക്ക് ഒരു പ്രേതവും ഒക്കെ കാര്യങ്ങളും വരും, പിന്നെ ഒരു എല്ലും കൂട് അങ്ങനത്തെ ഒക്കെ കാണിക്കുന്നതാണ് ഇത്. പിന്നെ ഓരോ ജയിൽ പോലത്തെ സാധനം അതിൻ്റെ അകത്ത് പല ഡേഞ്ചറുമുള്ള ഇത് കാണിക്കും. ഓരോ സൗണ്ട് എഫക്റ്റ്, നമ്മളെ ഷെയ്ക്കിങ് എഫക്റ്റും അങ്ങനെ പല എഫക്റ്റൊക്കെ കിട്ടുന്ന എഫക്റ്റൊക്കെ തരുന്നതാണ്. നല്ലൊരു അത്യാവശ്യം സെറ്റപ്പാണ്. നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു ഗോസ്റ്റ് റൈഡാണിത്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ചില സ്ഥലത്ത് നമ്മളെ ഒരു വലിയൊക്കെ ഉള്ള സ്ഥലത്തേക്ക് കൂടിയൊക്കെ പോകും. അതൊക്കെ നമ്മളെ കുറച്ച് ട്വിസ്റ്റിങ് ടേണൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു പേടിയായി ആവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, എല്ലാവരും പേടിച്ച് വറക്കുന്നതൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളൊരു റൈഡാണിത്, നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. ഇങ്ങനത്തെ പേടിയൊക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ഇത് സ്കിപ്പ് ചെയ്തിട്ട് ഇതിന് പകരം വേറൊരു റൈഡുണ്ട്, ഒരു ആസ്ട്രോണോമിക്കൽ റൈഡുണ്ട്. അതിൻ്റെ പേര് വരുന്നത് മിഷൻ ഇൻഡസ്ട്രിയൽ ആണെന്നാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡായിട്ട് തന്നെയാണ് വരുന്നത്. ഇങ്ങനെ ആൾക്കാരൊക്കെ വരുന്ന എഫക്റ്റും നല്ലൊരു ഹൊറർ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്കിത് എക്സ്പീരിയൻസ് ചെയ്യാം. ഈ കാണുന്ന പോലത്തെ നല്ല കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതേപോലെ പെട്ടെന്ന് ഓരോ ആൾക്കാരെ മുമ്പിൽ വന്ന് തുള്ളും, പെട്ടെന്ന് ഓരോ സംഭവങ്ങൾ വന്ന് നമ്മളെ ഇതാക്കാൻ നോക്കും. അങ്ങനത്തെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ഉള്ള ഹൊറർ ഫീലുള്ള ഒരു റൈഡാണിത്. മിന്നൽ എഫക്റ്റൊക്കെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് മിന്നൽ എഫക്റ്റും പിന്നെ ലൈറ്റിങ് എഫക്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് ടെർമൈറ്റ് കോസ്റ്റർ റൈഡാണ്. ഇതൊരു ഡ്രാഗൺ റൺ, ജിംഗിൾ റണ്ണൊക്കെ പോലത്തെ ഒരു ഗെയിമിൻ്റെ സെറ്റപ്പാണ്. അത് അതിന് കുറച്ച് കിഡ്സിൻ്റെ കുറേ ഗെയിംസ് ഉണ്ട്, കാർ കൊണ്ടും അങ്ങനത്തെ ഒക്കെ ആയിട്ടുള്ള. ഇതൊക്കെ മുതിർന്നവരാണ് സ്കിപ്പ് ചെയ്യാം. പിന്നെ നമ്മളൊരു കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തെത്തും. ഇവിടെ ഈ ഒരു റൈഡുണ്ട്. ഇത് ഭയങ്കര സൂപ്പർ റൈഡാണ്. ഇത് ഹൈത്രൽ എന്ന റൈഡാണ് ഈ കാണുന്ന ഇത്. അതിനപ്പുറം ഒരു ജയൻറ്റ് വീൽ റൈഡുണ്ട്. പിന്നെ ഈ റൈഡ് വരുന്നത് ഇത് ടെക്നോ ജമ്പ് റൈഡാണ്. ടെക്നോ ജമ്പ് നല്ല അടിപൊളി, ഇങ്ങനെ ജമ്പ് ചെയ്ത് കളിക്കും. നല്ല എക്സ്പീരിയൻസ് ആണ്. കുട്ടികൾക്ക് നല്ല ഒരു ഹൈത്രൽ റൈഡിൽ വരുന്നൊരു സംഭവമാണിത്. ഇത് കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ നമുക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തരുന്നതാണ്. പിന്നെ അതിനുശേഷം ഒരു ഇതാണ് ടെക്നോ ജമ്പ് റൈഡ്. ഇതെന്ന് വെച്ചാൽ മുകളിൽ പോവും, താഴെ ഒരൊറ്റ ജമ്പ് ചെയ്യും. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതും. പിന്നെ ജയൻറ്റ് വീൽ നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് പോകുന്നതായിരിക്കും ബെറ്റർ. ജയൻറ്റ് വീൽ വലിയ ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. ജയൻറ്റ് വീൽ നമ്മൾ അത്ര വലിയ സ്പീഡൊന്നുമില്ല, മെല്ലനെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടാണ് പോകുന്നത്. പിന്നെ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ നടന്നു പോകേണ്ട ഒരു സംഭവമാണ്. ഇത് കുറച്ച് അഡ്വഞ്ചർ ആയിരിക്കും. ഇത് ഇതേപോലത്തെ വലയിലേക്ക് കൂടി നടന്നു പോകാൻ സെറ്റപ്പ്. ഇതുകൊണ്ട് നമുക്ക് ഇത് ട്രൈ ആക്കാം. ഞാൻ നടന്നു പോയില്ല, ഞാൻ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് പോയത്. അപ്പോൾ ആ സ്റ്റെപ്പ് ഇറങ്ങി പോയപാട് നമ്മൾ മുമ്പിൽ വരുന്നത് ഒരു തോണീൻ്റെ റൈഡാണ്. പിന്നെ അതിന് പുറമെ വേറെ ഒരു റൈഡും കൂടിയുണ്ട്. ഇത് തോണീൻ്റെ റൈഡ്, വൈസ് ക്രീം എന്നാണ് തോണീൻ്റെ റൈഡിൻ്റെ പേര്. പിന്നെ ഇത് മാവറിക് റൈഡാണ്. മാവറിക് ഇതിങ്ങനെ നമ്മളെ കറക്കിക്കൊണ്ടേയിരിക്കും, അടിപൊളിയാണ് മാവറിക്. ഇങ്ങനെ തോണീൻ്റെ റൈഡും അടിപൊളിയാണ്. നമ്മൾ ഏറ്റവും ബാക്കിൽ ഇരിക്കണം, അപ്പോൾ നമ്മുടെ അടിയിൽ അതിൻ്റെ ടയറൊക്കെ കാണും. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ നെഞ്ചത്തു നിന്നൊക്കെ പാളുന്നൊരു ഫീൽ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് റൈഡാണ്. നമുക്ക് ഇതൊക്കെ ട്രൈ ആക്കാം. ഇതൊക്കെ സമയമാണ് നമ്മളൊരു മെയിൻ പ്രശ്നം. ഈ വണ്ടർലാ ബാംഗ്ലൂരിൽ മെയിനായിട്ട് തുടങ്ങുന്ന ടൈം എന്ന് വെച്ചാൽ 11 മണിക്കാണ് എൻട്രി. 11 മണിക്ക് നമ്മൾ എൻ്റർ ചെയ്യും. അപ്പോൾ വീക്ക് ഡേയ്സിലാണെങ്കിൽ 6 മണിക്ക് അത് ക്ലോസ് ആവും. അപ്പോൾ വീക്കെൻഡ്സിലാണെങ്കിൽ ഒരു 1 hour എക്സ്ട്രാ ഉണ്ട്, 7 മണി വരെ ഉണ്ട്. അപ്പോൾ അതാണ് മെയിൻ സീനായിട്ട് വരുന്നത്. 11 മണിക്ക് എൻട്രി എന്ന് പറയുമ്പോൾ നമ്മളൊരു 10 മണിക്കെങ്കിലും അവിടെ വന്നിട്ട് റെഡിയായി നിൽക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ നിങ്ങൾ ലേറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും 1-2 റൈഡ് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ
എല്ലാ റൈഡും നിങ്ങൾക്ക് എല്ലാ ഹൈത്രിൽ റൈഡും മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടതാണ്. ബാക്കിയൊക്കെ ഒരു ഓപ്ഷനിലാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ട് താല്പര്യമുണ്ടെങ്കിൽ ട്രൈ ആക്കിയെങ്കിൽ ഹൈത്രിലായിട്ട് ഒരു 9ഓളം റൈഡുണ്ട്. ആ 9 റൈഡുകൾ നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഈ തോണിയിലെ റൈഡ് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും പോകും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും സ്ക്രീൻ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് സ്ക്രീൻ ചെയ്യാം. അങ്ങനെ ഒരു സെറ്റപ്പാണ്. ഈ റൈഡാണ് മോനെ ഒരു സംഭവം. ഇതൊരു സംഭവം റൈഡാണ് ഗായ്സ്. റീകോയിൽ എന്നാണ് ഈ റൈഡിൻ്റെ പേര്. അപ്പോൾ ഇത് നമ്മൾ ഫുഡ് കോർട്ടിലെത്തി. നിങ്ങൾക്ക് ഫുഡ് ഓപ്ഷനായിട്ട് ബൊഫേ ഉണ്ട്. ബൊഫേക്ക് ചാർജ് വരുന്നത് 500 റുപ്പീസാണ്. അപ്പോൾ ഈ മീൽസ് ആയിട്ട് കഴിക്കുമ്പോൾ 400 റുപ്പീസ് വരും. അപ്പോൾ നിങ്ങൾക്ക് ബുഫേ എടുക്കുന്നതായിരിക്കും ബെറ്റർ. അല്ല മീലെടുത്ത് ഷെയർ ആക്കാം. അപ്പോൾ ബുഫേയിലാകുമ്പോൾ കുറേ ഐറ്റംസ് ഉണ്ട്. 10ഓളം ഐറ്റംസിൽ ബിരിയാണി അങ്ങനെ 10ഓളം ഐറ്റംസ് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എടുക്കുകയും ചെയ്യാം. പിന്നെ ഇത് വരുന്നതാണ് ഗൈസ്, ഇത് മറ്റേ ട്രെയിനിൻ്റെ റൈഡാണ്, വെള്ളം തെറിപ്പിക്കുന്ന ട്രെയിന്. വണ്ടർ സ്പ്ലാഷ് എന്നാണ് ഇതിൻ്റെ പേര്. അടിപൊളിയാണ്. ഇത് നിങ്ങൾ എടുത്ത് കൊണ്ടുപോകും. എന്നിട്ട് ലാസ്റ്റ് ആ ഒരു ഫ്രീ ഫാളും തരും. ഫ്രീ ഫാളിൻ്റെ അവിടെ ഒരു വെള്ളം തെറിക്കുന്നു. ഇത് പോകുന്നത് ഇതാണ്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടാണ് പോയത്. കോമഡി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നമ്മളെ മെല്ലെ കൊണ്ടുപോകും. അപ്പോൾ നമുക്കൊരു നല്ലൊരു എഫക്റ്റ് ഉണ്ട്, നല്ല ഒരു ഫീൽ കിട്ടും. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ഗുഹയിലേക്ക് പ്രവേശിക്കും. മെല്ലെ വരും. പിന്നെ ഇങ്ങനെ ഗുഹയിലേക്ക് കൂടി കുറച്ച് പോയി. പിന്നെ ഒരു ഫ്രീ ഫാൾ വരുന്നുണ്ട് ഗൈസ്. ആ ഫ്രീ ഫാളിൽ എൻ്റെ ക്യാമറ നോക്കിക്കോ, ക്യാമറ പോയി. എന്ന് വെച്ചാൽ ക്യാമറ നമുക്ക് പിടിക്കാൻ നിൽക്കാൻ പറ്റില്ല. അത്രയും നല്ല എഫക്റ്റാണ് ആ ഫ്രീ ഫാൾ തരുന്നത്. എന്നിട്ട് വെള്ളം തെറിപ്പിച്ച് പോകും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഞാൻ പുറമേ പിന്നെ അതിന് ശേഷം പുറമേ ഒന്നുകൂടി ഒന്ന് വീഡിയോ പിടിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം മുകളിൽ നിന്ന് ആൾക്കാരിങ്ങനെ പോകും. ഒരു ട്രെയിന് പോകും. ഇത് തിരിച്ച് വരുന്നതാണ്. വന്നിട്ട് പവർ സ്പ്ലാഷ് ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളെ വെള്ളം മേക്കൊക്കെ വെള്ളം തെറിക്കും. അപ്പോൾ നല്ലൊരു ഗുഡ് ഫീൽ കിട്ടും. ഈ റൈഡാണ് ഞാൻ പറഞ്ഞത്, റീകോയിലിൻ്റെ പോക്കാണ്. ഭയങ്കര അടിപൊളി റൈഡാണ് ഗൈസ്. ഇത് ആറഞ്ചോ പുറഞ്ചോ തലങ്ങും വിലങ്ങും നമ്മൾ തിരിപ്പിച്ചിട്ട് കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ റൈഡ് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യണം. മസ്റ്റ് ട്രൈ ആണിത്. നല്ല എഫക്റ്റ് ഉണ്ട്. നല്ലോണം പേടിക്കും. നിങ്ങൾ എല്ലാവരും പേടിക്കും. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്യണം. ഈ റൈഡ് മാത്രം ട്രൈ ചെയ്യാനായിട്ട് വണ്ടർല വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മളെ നല്ലോണം എഫക്റ്റീവ്. ഒരു 5-6 മിനിറ്റത്തേക്ക് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി പോയാൽ ഇങ്ങനെയൊന്നും കയ്യിൽ കിട്ടുമെന്നുള്ളൊരു ഫീൽ നമുക്ക് വരും. അപ്പോൾ ഈ റൈഡൊക്കെ ഈ ഹൈ ലെവൽ ഗുഡ് എക്സ്പീരിയൻസ് റൈഡൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് വാട്ടർ റൈഡിലേക്ക് പ്രവേശിക്കാം. ഒരു ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് വാട്ടർ റൈഡിലേക്ക് പ്രവേശിക്കുന്നതാണ് നല്ലത്. വാട്ടർ റൈഡിൽ 2 വാട്ടർ റൈഡ് ഉണ്ട്. ഒന്ന് ഇതും ഒന്ന് അങ്ങ് കുറച്ചും കൂടി മുമ്പോട്ട് പോയുള്ളതും. അപ്പോൾ ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ മെയിനായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ജേഴ്സിയും ഷോർട്ട്സും, അതും ജേഴ്സി ടൈപ്പ് ക്ലോത്തും ആയിരിക്കണം. എന്നാൽ മാത്രമേ അവർ പ്രവേശിപ്പിക്കൂ. പിന്നെ ആ ചപ്പൽ പാടില്ല. ചപ്പൽ നിങ്ങളവിടെ ചപ്പൽ വെക്കേണ്ട ഒരു റാക്കുണ്ട്. ഒന്നിക്ക് അവിടെ വെക്കുക, അല്ലെങ്കിൽ നിങ്ങളെ ലോക്കറിൽ സൂക്ഷിക്കുക. ഇപ്പോൾ വാട്ടർ റൈഡായിട്ട് കുറേ സ്ലൈഡിങ്, കുറേ മറ്റേ ഗുഹേൻ്റെ ഉള്ളിൽ കൂടി പോക്ക്, അങ്ങനെ പല വാട്ടർ റൈഡ്സുകളുണ്ട്. അത് ഒരു നിലയിൽ ഒരു വാട്ടർ റൈഡ് ഉണ്ടാവും, രണ്ടാമത്തെ നിലയിൽ പറയണ്ട, മൂന്നാമത്തെ നിലയിലുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 3ാമത്തെ നിലയിൽ വാട്ടർ റൈഡ്സിൽ ഫസ്റ്റ് കണ്ടിട്ടാണ് വെച്ചാൽ അതാണ് നല്ല എക്സ്പീരിയൻസ്, നല്ല ഫീൽ വരുന്നത്. അതിൽ തന്നെ ഫ്രീ ഫാൾ റൈഡ് വരെ ഉണ്ട്, ഫ്രീ ഫാൾ ജമ്പിങ്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ട്രൈ ചെയ്യാം. ഒരു 10-15ഓളം വെറൈറ്റി വാട്ടർ റൈഡ്സുകളുണ്ട്. അപ്പോൾ അതെല്ലാം പിന്നെ ഈ സാധനം കോമഡിയാണ് കേസ്, ഈ ഇങ്ങനെ ഊരിപ്പോകുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ പൗതിക്ക് നിന്ന് പോവും. അപ്പോൾ അങ്ങനെ ഒരു സീനുണ്ട്. ഇതിങ്ങനെ അതേപോലെ ഇരുന്ന് ഇതിൽ പിടിച്ചുകൊണ്ട് പോകേണ്ടതാണ്. അവർ പെട്ടെന്ന് നമ്മളെ അപ്പാക്കി ലിഫ്റ്റ് ചെയ്യും. ഇതിലെന്ന് വെച്ചാൽ പൗതിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്, വെയിറ്റ് ഇല്ലെങ്കിൽ പൗതിക്ക് വെച്ച്. പിന്നെ പ്രത്യേക ശ്രദ്ധിക്കുന്നത് വെച്ചാൽ കുട്ടികൾ 120 സെൻറ്റിമീറ്റർ മുകളിൽ ഉള്ളവർക്ക് മാത്രമാണ് ഈ റൈഡ് അവൈലബിൾ. പിന്നെ അതുപോലെ വെയിറ്റും വേണം, വെയിറ്റും അത്യാവശ്യം 50 കിലോന് മുകളിൽ വെയിറ്റ് വേണം. അപ്പോൾ ഇത് റീകോയിലിൻ്റെ ഒരു ഇതാണ്. റീകോയിൽ അവിടെ കൊണ്ടുപോയി നമ്മളെ പിടിച്ച് നിർത്തും, എന്നിട്ട് ഒറ്റ വിടൽ വിടും ഗൈസ്.
ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഇത്. വണ്ടർലാൻഡ് ഒരു മാപ്പ് നമ്മളവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് തരുന്നതാണ്. അപ്പോൾ മാപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഏതെല്ലാം റൈഡാണ് എവിടെയെല്ലാം ഉള്ളതെന്ന്. ഈ മാപ്പ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഈ റൈഡ് മസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഗൈസ്. ഇത് വണ്ടർലാൻഡ് ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് റൈഡാണ്. വൈനോക്സ് എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഇത് ട്രൈ ചെയ്യാം, ജയൻറ്റ് വീല്. അത് നമ്മൾ ലിഫ്റ്റ് കയറി 5 നിലയിന് മുകളിലേക്ക് പോകണം. ജയൻറ്റ് വീലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ജയൻറ്റ് വീലിൽ നമുക്ക് ഈ വണ്ടർല ബാംഗ്ലൂർ മൊത്തം കാണാൻ പറ്റും. മൊത്തത്തിലെ വ്യൂ നമുക്ക് കിട്ടും. ഈ ലിഫ്റ്റ് പോകുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ സ്ഥലത്തെ വ്യൂവും കിട്ടും. ഇപ്പോൾ ഇവിടെ തന്നെ റിസോർട്ട് ഓപ്ഷനൊക്കെ അവൈലബിൾ ആണ്. വണ്ടർലാൻഡ് റിസോർട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ട്രൈ ആക്കണം എന്നുള്ളത് ട്രൈ ആക്കാം. അതിന് നല്ല റേറ്റ് വരും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ആക്കാം. ഇപ്പോൾ ഈ 2 വേവ് പൂളും അവൈലബിൾ ആണ്. വേവ് പൂൾ ഓപ്പണിങ് ഒരു ഈവനിങ് 3 o'clock ഒക്കെ ആകുമ്പോഴാണ് ഓപ്പണിങ്. അപ്പോൾ ഓരോ അരമണിക്കൂർ ഇടവിട്ട് വേവ് വരുന്നതാണ്. അപ്പോൾ വേവ് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ഈ ജയൻറ്റ് വീലിൻ്റെ അടുത്ത് തന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് അവൈലബിൾ ആണ്. ഗ്ലാസ് ബ്രിഡ്ജ് റൈഡ്. അതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസിൻ്റെ മുകളിൽ നമ്മൾ നിർത്തുന്ന വെച്ചാൽ താഴേക്ക് വീഴുന്ന പോലത്തെ ഒരു എഫക്റ്റ് ഉണ്ടാക്കി. ഇതാണ് ആ സാധനം. ഇങ്ങനത്തെ ഗ്ലാസ്സിൽ ഇതിങ്ങനെ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് താഴേക്ക് കൊണ്ടുപോകും. നല്ലൊരു ഹൊറർ എക്സ്പീരിയൻസ് കിട്ടും അതിന്. പിന്നെ ഇത് വേവ് റൈഡർ. ഇതെന്ന് വെച്ചാൽ നമ്മൾ നിന്നുകൊണ്ട് നമ്മളെ കറക്കും. അങ്ങനത്തെ ഒരു റൈഡാണ്. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മൊത്തത്തിലൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് വണ്ടർല ബാംഗ്ലൂർ. നിങ്ങൾക്ക് ബാംഗ്ലൂർ ഇത് കൊച്ചിയിൽ അവൈലബിൾ ആണ്, ഹൈദരാബാദ് അവൈലബിൾ ആണ്. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്കൊരു ഫോട്ടോ ബൂത്തൊക്കെ ഉണ്ട്. ഫോട്ടോ ബൂത്തിൻ്റെ വണ്ടർലയിലെ അതിൻ്റെ ഒരു രൂപത്തിൻ്റെ അപ്പുറം ഫോട്ടോ ഒക്കെ എടുക്കാം. പിന്നെ വേവ് പൂളി അറ്റൻഡ് ചെയ്തില്ലായിരുന്നു ഗൈസ്. വെച്ചാൽ വേവൊക്കെ ഞാൻ മുമ്പേ പല സ്ഥലത്ത് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്തതാണ്. അതുകൊണ്ട് അതിനോട് വലിയൊരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. അതുകൊണ്ട് വേവായിട്ട് വരുന്നത് സ്ത്രീകൾക്ക് വേറൊരു പൂളുണ്ട്, പുരുഷന്മാർക്ക് വേറെ പൂളുണ്ട്. സ്ത്രീകൾക്കും കപ്പിൾസിനും വേറൊരു പൂളുണ്ട്, പുരുഷന്മാർക്കായിട്ട് വേറൊരു പൂളുണ്ട്. അപ്പോൾ സേഫ്റ്റീൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഒന്നും പഠിക്കാനില്ല. നല്ല സേഫൊക്കെയാണ് സ്ഥലം. വേവ് ടൈം 5:30 വരെയാണ്. 5 മണി 5:30 ആകുമ്പോൾ 5 മണിയാകുമ്പോൾ ഇത് ക്ലോസ് ചെയ്യും വേവ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വരാൻ നോക്കുക. ഇപ്പോൾ വേവ് പൂളിൻ്റെ വാട്ടറൊക്കെ അത്യാവശ്യം ക്ലീനാണ്. അതൊന്നും സീനില്ല. ഇപ്പോൾ ഇവിടെ തന്നെ വേറൊരു പാർക്കും കൂടിയുണ്ട്. ഇങ്ങനെ ചെറിയ കുട്ടിയൊക്കെ കൊണ്ടുവന്ന ഊരി കളിക്കേണ്ടതൊക്കെ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളെ ഇപ്പുറമാണ് വരുന്നതെങ്കിൽ കുട്ടികളെ അവിടെ ആ സ്ഥലത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ വിടാം. അപ്പോൾ അങ്ങനെ ജംഗിൾ ലഗൂൺ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിങ്ങനെ ഓരോ ഊരി കളിക്കുന്ന അങ്ങനെ ലൈറ്റിലൊരു സംഭവമാണ്. പിന്നെ ഇവിടെ DJ ഉണ്ട്. DJ ഒരു 5 മണി വരെ അവൈലബിൾ ആണ്. അപ്പോൾ അത്രയും ഗൈസ് നമ്മൾ അങ്ങനെ വണ്ടർല വിട്ട് പിരിയുകയാണ്. ശരി, ബായ്.